തിരികെ ചർച്ചയിലേക്ക് ശ്രീ സതീഷ് വസന്ത്. പത്മകുമാർ പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴികളിൽ ചില കാര്യങ്ങൾ താങ്കൾക്കും അറിവുള്ളതാണ്, എങ്കിലും അതൊന്ന് സൂചിപ്പിക്കാം. തന്ത്രിക്കും മന്ത്രിക്കും പോറ്റിയെ അറിയാം എന്ന് അതിൽ പറയുന്നുണ്ട്. താൻ നടത്തിയത് സ്വർണ്ണക്കൊള്ളയല്ല, പുനരുദ്ധാരണം മാത്രമാണ്, എല്ലാവരും അറിഞ്ഞുകൊണ്ടുള്ള തീരുമാനമായിരുന്നു എന്നും പറയുന്നുണ്ട്. എന്നു മാത്രമല്ല, മന്ത്രിക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി വളരെ അടുത്ത ബന്ധമുണ്ട്. അതുകൊണ്ട് താനും സ്വാഭാവികമായി പത്മകുമാറും താനും അത് വിശ്വസിച്ചു എന്നും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൽ പാർട്ടിക്ക് ഉത്തരവാദിത്വമില്ലേ? ദേവസ്വം ബോർഡിലെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് പാർട്ടി മാത്രം അറിഞ്ഞില്ല എന്ന് പറയുമോ? മന്ത്രിക്ക് കൃത്യമായി തന്നെ അറിയാമായിരുന്നു കാര്യങ്ങൾ എന്ന് പത്മകുമാറാണ് മൊഴി നൽകിയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് കൈകഴുകാൻ സാധിക്കുക? അല്ല രോഹിണി, ഒരാളിന് ഒരു പരിചയമുണ്ട്. എനിക്ക് രോഹിണിയെ പരിചയമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ രോഹിണി ചെയ്യുന്ന തെറ്റ് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന തെറ്റെല്ലാം രോഹിണി അതിന് ഉത്തരവാദിയാണ്. ഇതെന്താ പറയുന്നത്? ഞാൻ ഒരു പ്രത്യേക സംവിധാനത്തിനുള്ളിൽ നിൽക്കുമ്പോൾ ചില പരിചയങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നയിക്കും. ഇപ്പോൾ വ്യക്തിപരമായി പരിചയമുണ്ട് എന്ന് പറയുന്നത് കൊണ്ട് ആർക്കും ഉത്തരവാദിത്വമില്ല. പക്ഷേ ഒരു ദേവസ്വം ബോർഡ്, അതിൻ്റെ ഭരണസമിതി അംഗങ്ങൾ, പാർട്ടിയുമായിട്ടുള്ള ബന്ധം, ദേവസ്വം മന്ത്രി, ഇവരൊക്കെ അതിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന കീഴ്ക്കഴകം എത്രത്തോളം സ്വാധീനം ചെലുത്തിക്കൊണ്ട് ശബരിമലയിൽ കാര്യങ്ങൾ നടത്തുന്നു എന്നൊക്കെ ഉള്ളത് വരുമ്പോൾ ഇവർ തമ്മിലുള്ള പരസ്പര പരിചയം ചില കാര്യങ്ങൾക്കുള്ള ഉത്തരം നൽകേണ്ടതായി വരും. അല്ല രോഹിണി, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുവന്ന കടകംപള്ളി സുരേന്ദ്രനോ അതല്ലെങ്കിൽ പത്മകുമാറോ ഒന്നും അല്ലല്ലോ. അവിടെ നേരത്തെ വന്ന ഒരു മേശാന്തിയുടെ കൂടെ ഇദ്ദേഹം കാര്യങ്ങൾ നടത്താൻ വേണ്ടി ഒരു കീശാന്തിയായിട്ട് വന്നിട്ടുള്ള ആണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആണല്ലോ. അല്ലാതെ കടകംപള്ളി സുരേന്ദ്രൻ അല്ലല്ലോ കൊണ്ടുവന്നത്. ചരിത്രം ദേവസ്വം ബോർഡിന് അറിയാമല്ലോ. അല്ല, ഞാൻ പറഞ്ഞ അല്ലല്ലോ. അപ്പോൾ അദ്ദേഹം അത് കഴിഞ്ഞിട്ട് അവിടെ ഓരോ കാര്യങ്ങൾ ഇപ്പോൾ ക്ഷേത്രത്തിൽ സ്വാഭാവികമായി ഞാൻ ഒരു കാര്യം ഓരോ പൂജകൾ ചെയ്യാനും ഓരോരുത്തരെയും കൊണ്ടുവരുമ്പോഴത്തേക്ക് സ്വാഭാവികമായി അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു, ഇല്ലയെന്നൊന്നുമില്ല. അപ്പോൾ അതെല്ലാം പാർട്ടി അറിഞ്ഞുകൊണ്ടാണെന്ന് പറയുമ്പോൾ ഞാൻ ഖണ്ഡിക്കുന്നത്. പാർട്ടിയും അല്ലെങ്കിൽ ഇതുമായിട്ടൊരു ബന്ധമൊന്നുമില്ല. പാർട്ടിക്ക് ദേവസ്വം ബോർഡുമായിട്ട് എന്താണ് ബന്ധം? അല്ലെങ്കിൽ പാർട്ടിക്ക് ദേവസ്വം ബോർഡ് പിടിച്ചെടുത്തിട്ട് എന്താണ് ബന്ധം? നിങ്ങളൊന്ന് പറയൂ. അപ്പോൾ ഇവിടുത്തെ ക്ഷേത്രങ്ങളെല്ലാം പാർട്ടി പിടിച്ചടക്കാൻ വേണ്ടിയാണ് നോക്കുന്നത്. നോക്കൂ, ഇതൊക്കെ തെറ്റിദ്ധാരണയുള്ള കേസാണ്. അതല്ല, ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പം CPM ഭരിക്കുമ്പോഴത്തേക്ക് CPMൻ്റെ ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് അനുയോജ്യമായ ആൾക്കാരായിരിക്കും ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും അതുപോലെ പല വകുപ്പുകളിലെയും ഹെഡായിട്ടൊക്കെ നിയോഗിക്കുന്നത്. അവരെല്ലാം ഇതൊക്കെ ചെയ്യുമെന്ന് നേരത്തെ ഒരു ധാരണ ഉണ്ടെങ്കിൽ ഇവരൊക്കെ നിൽക്കുമോ? അങ്ങനെ നിൽക്കുമോ? ഇല്ലല്ലോ. ഞാനൊരു കാര്യം പറയുന്നത്, ആര് കുറ്റം ചെയ്താലും അത് ശിക്ഷിക്കപ്പെടണം. അയ്യപ്പൻ്റെ മുതൽ ആര് കട്ടുകൊണ്ട് പോയാലും അത് തിരികെ കൊണ്ടുപോയി വരുന്നത് മാത്രമല്ല, അത് ശിക്ഷ അനുഭവിക്കും വേണ്ടി. ഇപ്പം പത്മകുമാർ പറഞ്ഞത് തന്ത്രിക്കും മന്ത്രിക്കും അറിയാമെന്ന് പറയട്ടെ. അദ്ദേഹം പറയുന്നില്ലല്ലോ. അദ്ദേഹമോ ആരെങ്കിലും പറയട്ടെ ഇത് ഉന്നതന്മാർ അറിഞ്ഞുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതൊന്നും അറിയാമെന്നും പറ്റില്ല രോഹിണി. ഒരു കാര്യമായിട്ട് നിങ്ങൾ നേരത്തെ ശബരിമലയിലെ കേസ് വന്നു. ഈ സീസൺ തുടങ്ങിയപ്പോൾ 2 ദിവസമായപ്പോഴത്തേക്കാണ് ഈ തിരക്ക് അഭൂതമായ തിരക്കാണ്. ഒരിക്കലും നേരത്തെ ബഹുമാനപ്പെട്ട പുതിയ പ്രസിഡന്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്കും അറിയാമല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഈ നട തുറന്ന് 2 ദിവസത്തിനകത്ത് ഇത്രയും അഭൂതമായ ഒരു തിരക്ക് വരില്ല. അന്യനാട്ടിൽ നിന്നുള്ള ഇവിടുത്തെ ആൾക്കാരൊക്കെ പോയി തൊഴും. ആ തൊഴിലിന് ഒരു തിരക്കെന്ന് പറയുന്നത് അഭൂതമായ അതിൻ്റെ ഒരു മുന്നൊരുക്കങ്ങളൊന്നും തുടങ്ങില്ല. അത് കഴിഞ്ഞിട്ട് ഇപ്പം ശരിയായല്ലോ, ഇപ്പം അതിലൊരു കുഴപ്പമില്ലല്ലോ. അപ്പം സ്പോട്ട് ഫിക്സിങ് അല്ല സ്പോട്ടിൻ്റെ ഇതായിരുന്നാലും അതുപോലെ തന്നെ ക്ഷേത്രം അല്ലല്ല പറയുന്നതൊക്കെ സാറേ, ഞാൻ പറയുന്നത് ഇപ്പം ശരിയായിട്ടില്ലേ? ഇല്ല അല്ല, ഇപ്പം ശരി. നോക്കൂ സാറേ, ഞാൻ ഒരു കാര്യം എൻ്റെ ഹരിദാസ് സാറേ ഒരു കാര്യം ഞാൻ പറയട്ടിട്ട്, ഇപ്പം നേരത്തെ പ്രിൻ്റ് പറയുന്നതായിട്ട് ശബരിമലയിൽ എന്ന് പറയുന്നത് അവിടുത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങൾക്ക് അറിഞ്ഞൂടെ ഇത്രയും ഭക്തജനങ്ങൾ വരുമെന്നു? അല്ല, ഈ സ്പോട്ട് ബുക്കിംഗ് എന്ന് പറയുന്നത് നേരത്തെ വെർച്വൽ ക്യൂ വഴി നമ്മൾ ബുക്ക് ചെയ്യുകയും അത് കഴിഞ്ഞിട്ടുള്ള സ്പോട്ട് ബുക്കിംഗ് വരുമ്പോഴത്തേക്ക് കുറേ പേര് വരും. എന്താണ് കാര്യം? അവർക്കുള്ള സൗകര്യം അനുസരിച്ചാണ് അവർ വരുന്നത്. ഒന്നേ അവരുടെ ബിസിനസ് ആയിരിക്കും. സന്നിധാനത്തേക്ക് പോവുക. എങ്ങനെ നിങ്ങൾ ഈ തിരക്ക് നിയന്ത്രിക്കാനും ക്രമസമാധാന പാലനത്തിനും അവിടുത്തെ ഏതെങ്കിലും ശബരിമലയെ സംബന്ധിച്ച് പ്രിന്റിന് അറിയാമോ എന്ന് അറിഞ്ഞൂടാ. ശബരിമലയുടെ ഉത്സവം നിങ്ങൾക്കറിയാമോ എപ്പോഴാണ് നടത്തിക്കൊണ്ടിരുന്നത്?
ഈ ശബരിമല സീസണിലാണ്. ഇപ്പോൾ എപ്പോഴാണ് നടത്തുന്നത്? അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിലാണ് നടത്തുന്നത്. നേരത്തെ ശബരിമല ഇപ്പോൾ ഒരു 4-5 വർഷം, എനിക്കൊന്ന് 5-6 വർഷമായി തോന്നുന്നു. അതുകൊണ്ടാണ് അത് തിരക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. ഈ ക്ഷേത്രങ്ങൾ, ഈ അയ്യപ്പ ക്ഷേത്രം എന്ന് പറയുന്നത്, ശബരിമല എന്ന് പറയുന്നത് മറ്റു ക്ഷേത്രങ്ങളെ പോലെ നിങ്ങൾ കണക്കൂട്ടല്ലേ. ഇത് കാനനവാസനാണ്. ഈ കാനനവാസനിൽ വരുമ്പോഴത്തേക്ക് സാധിക്കുന്നില്ല എന്ന് പറയൽ എന്താ ഔചിത്യം? അല്ല, ഔചിത്യം എന്ന് വെച്ചാൽ അങ്ങനെയാണ്. ആ ക്ഷേത്രം അങ്ങനെയാണ്. ഞാൻ പറയട്ടെ, 41 ദിവസം എന്റെ പ്രിന്റ് ഞാൻ 41 ദിവസം മറ്റു ക്ഷേത്രങ്ങളിൽ ഇപ്പൊ നമ്മൾ ഗുരുവായൂരും ആറ്റുകാലും അതുപോലെ തന്നെ ചോറ്റാനിക്കരും മറ്റു ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ പോകുമ്പോൾ ശബരിമലയിലും പോലെയാണോ മാലയിട്ടാണോ പോകുന്നത്? സന്നിധാനത്തേക്ക് എത്തുന്ന സമയത്ത് അവിടുത്തെ പോലീസ് സംവിധാനത്തിന് അറിയില്ല ക്രമാതീതമായിട്ട് ആളുകൾ വരുന്നുണ്ടെന്ന്. ഈ സംവിധാനങ്ങൾ പോലീസ് നിങ്ങൾ ഓരോ 100 മീറ്റർ ഇപ്പൊ അങ്ങനെ ഉണ്ടല്ലോ. ഇപ്പൊ നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ. അവിടെ അതിന് കേന്ദ്ര സേനയടക്കം ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ വർഷവും അങ്ങനെയാണെന്നേ. എല്ലാ വർഷവും അങ്ങനെയാണ്. അല്ല, ശ്രീ സതീഷ് വസന്തിന്റെ ശ്രദ്ധയിൽപ്പെട്ട് കാണുമെന്ന് നമ്മൾ ഈ വിഷയത്തിൽ ചർച്ച ചെയ്തപ്പോൾ കേന്ദ്രസേന എത്തിയിട്ടില്ല. നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ കേന്ദ്രസേന എത്തിയിട്ടില്ല. ശ്രീ സതീഷ് വസന്തിന് കൃത്യമായി ഓർമ്മ കാണും. കാരണം 2 ദിവസം മുൻപാണ് കത്ത് കൊടുത്തത്. അങ്ങനെയാണ്. അതുകൊണ്ടാണ് ആ ബറ്റാലിയൻ ഇവിടെ എത്താത്തത്. അതുകൊണ്ടല്ല, ബീഹാർ തെരഞ്ഞെടുപ്പ് ഇവർക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ആ ബറ്റാലിയനാണ് ഇങ്ങോട്ട് വന്നത്. നിങ്ങൾ എന്താ പറയുന്നത്? ആ ബറ്റാലിയനാണ് ഇങ്ങോട്ട് വന്നത്. അതുപോലെ തന്നെ ആ സുരക്ഷ ഞാൻ പറയുന്നത് ശബരിമലയും മറ്റുള്ള ക്ഷേത്രങ്ങളെയും നമ്മൾ ക്ലബ് ചെയ്യല്ലേ. അവിടെ എന്ന് പറയുന്നത് അവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് ക്ഷേത്രത്തിൽ അയ്യപ്പനെ കാണാനുള്ള സംവിധാനം ഒരുക്കേണ്ടത് ക്ഷേത്രത്തിൻ്റെ, പോലീസിൻ്റെ, അതുപോലെ തന്നെ ദേവസ്വം ബോർഡിൻ്റെയും കാര്യമാണ്. നിങ്ങൾ മനസ്സിലായി. ഇപ്പോൾ സ്പോട്ട് ബുക്കിംഗ് വരുന്നു. ഈ സ്പോട്ട് ബുക്കിംഗ് വരുമ്പോഴത്തേക്ക് അവിടെ മാറ്റി നിർത്താൻ നമുക്ക് പറ്റുമോ? ഇല്ലല്ലോ. അവിടെ വരണമെന്ന് വെച്ചാൽ അങ്ങനെയാണ്. ആ തിരക്ക് നമുക്ക് നിയന്ത്രിക്കാൻ ഒരു കാരണവശാലും പറ്റില്ല. ഇപ്പം നമ്മൾ നിയന്ത്രിച്ച് പോകണമെന്നല്ലാതെ ഞാൻ പറഞ്ഞിട്ട് ശബരിമലയെ സംബന്ധിച്ച് കാലാകാലങ്ങളിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങൾ അത്രയ്ക്ക് നമുക്കുള്ള വികസനം അവിടെ നടത്താൻ പറ്റില്ല. നടത്തിയിട്ടുമില്ല, നടത്താനും പറ്റില്ല. കാര്യം എന്ന് വെച്ചാൽ അവിടെ സർക്കാർ സംവിധാനങ്ങൾ ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു സന്നിധാനത്ത് മണ്ഡല മാസം ആരംഭിക്കുന്നതിന് മുമ്പ് ഈ ക്രമസമാധാന പാലനം അവിടുത്തെ തിരക്കുകളെ കുറിച്ച് ഇവിടുത്തെ സർക്കാരിന് ബോധ്യമുള്ളതല്ലേ? സംവിധാനം ബോധ്യമുള്ളതല്ലേ? അപ്പൊ നിങ്ങൾ അവിടുത്തെ വരുമാനത്തെ അവിടുത്തെ കച്ചവട ലോബിക്ക് വേണ്ടിയിട്ട് ശബരിമലയിലെ കച്ചവട ലോബിക്ക് വേണ്ടിയിട്ട് അയ്യപ്പന്മാരെ കുരുതി കൊടുക്കാനാണ് നിങ്ങളുടെ സംവിധാനവും ബാക്കിയുള്ള സംവിധാനവും. അതിന്റെ ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള വലിയ തിരക്കുണ്ടായത്. അല്ലെ പ്രിന്റ് എന്താ പറയുന്നത്? അവിടെ താമസിക്കാൻ വേണ്ടി ലോഡ്ജുകളോ അങ്ങനെയല്ല. അവിടെ ഏത് ഉദ്ദേശത്തിലാണ് പറയുന്നത്? പക്ഷേ കാണിക്ക ഇനത്തിൽ കിട്ടുന്ന വരുമാനത്തിൽ നോട്ടം ഉണ്ടാകുമല്ലോ. അതുകൊണ്ടല്ലേ താങ്ങാവുന്നതിനും അപ്പുറത്തേക്ക് ഈ സ്പോട്ട് ബുക്കിംഗ് സംവിധാനത്തിലേക്ക് പോയത്. കാരണം 70,000 ബുക്കിംഗ്, ബാക്കി 20,000 സ്പോട്ട് ബുക്കിംഗ് എന്ന് പറയുന്നു. അത് 5,000 ആക്കി ചുരുക്കേണ്ടി വന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ അത്രയേ പാടുള്ളൂ. അവിടെയാണ് അത് 20,000 ആക്കിയിരിക്കുന്നത്. അല്ല, അങ്ങനെ പോയ ഈ 60 ദിവസം കൊണ്ട് ഇത്രയും ഭക്തജനങ്ങളെ ശബരിമലയിൽ 18-ാം പടി വഴി കയറ്റി വിടാൻ പറ്റും? അല്ല, അതാണോ ഉദ്ദേശം? അതോ അവരിൽ നിന്നുള്ള വരുമാനമാണോ? അല്ല, വരുമാനം അങ്ങനെയാണെങ്കിൽ ഒറ്റ ചോദ്യം ശ്രീ സതീഷ് വസന്ത്, അങ്ങനെയാണെങ്കിൽ ഒറ്റ ചോദ്യം. താങ്കൾ ഇപ്പോൾ പറഞ്ഞല്ലോ ഈ വരുന്നവരെ എല്ലാം അയ്യനെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ആ തിക്കിലും തിരക്കിലും പെട്ട എത്ര പേരാണ് അമ്പയിൽ മാലയൂരി തിരിച്ചു പോയത്? എത്ര പേരാണ് അയ്യനെ കാണാതെ കരഞ്ഞുകൊണ്ട് പോയത്? ജനം TV അടക്കം അത് തത്സമയം റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ അന്ന് ഈ ഭക്തിയൊന്നും ഇല്ലായിരുന്നു. തിരിച്ച് ഈ പോലീസുകാർ തന്നെ അവരെയൊക്കെ വിളിച്ചോണ്ട് വന്ന് അയ്യനെ ആരുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സകല മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്തു. സകല മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്തപ്പോൾ മുഖം രക്ഷിക്കാനുള്ള അവസാന തന്ത്രമായി അന്ന് ഈ പോയവരെ തിരിച്ചു കൊണ്ടുവന്നു. അല്ലായിരുന്നെങ്കിൽ ഒരു ചെറുവിരൽ പോലും അനക്കില്ല. അത് ഉറപ്പായ കാര്യമാണ്. അല്ല, ഞാൻ ഒരു കാര്യം, അത് കഴിഞ്ഞിട്ട് ADGP ശ്രീജിത്തിനെ പോലീസുകാരെ വിട്ട് അവരെ തൊഴിലാളി സൗകര്യം ഉണ്ടാക്കി കൊടുത്തു. അതെങ്ങനെ അറിഞ്ഞു? ADGP എങ്ങനെ അറിഞ്ഞു? മാധ്യമങ്ങളിലൂടെ അറിഞ്ഞു. അല്ലാതെ അങ്ങനെയല്ലേ പറ്റുള്ളൂ. എന്റെ രോഹിണി, അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞ വസ്തുത എവിടെ? അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞ എല്ലാവരെയും ഞങ്ങൾ അയ്യനെ തൊഴാൻ അനുവദിക്കുമെന്ന് പറഞ്ഞ വസ്തുത എവിടെ? എന്തുകൊണ്ട് അവർക്ക് തിരികെ പോകേണ്ടി വന്നു? എന്തുകൊണ്ട്? അതിൽ ഇതര സംസ്ഥാനത്ത് നിന്ന് വന്ന ഒരു ഭക്തൻ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ടാണ് വന്നത്, കൈക്കുഞ്ഞാണ്, ആ കുഞ്ഞിനെയും കൊണ്ട് തിരികെ വീട്ടിലെത്താൻ എത്തിത്തീരുമോ എന്ന് ഞാൻ ഭയന്നുപോയി എന്നതടക്കമുള്ളത് അവർ പങ്കുവച്ചു. ഞാൻ ഒരു കാര്യം പറയട്ടെ, ശബരിമലയിലെ 18-ാം പടി എന്ന് പറയുന്നത് വീതി കുറഞ്ഞാണ്.
അതിനകത്തുകൂടി നമുക്ക് പോവേണ്ടത് 1 മിനിറ്റിൽ 90 ആൾക്കാർ കടന്നു പോയിരിക്കണം. എന്നാൽ മാത്രമേ ഈ ഭക്തജനങ്ങൾക്കെല്ലാം കാണാനുള്ള അയ്യനെ കാണാനുള്ള സൗകര്യമുള്ളൂ. അന്ന് പോയപ്പോഴത്തേക്കെന്ന് വെച്ചാൽ അത് പരിചയക്കുറവുള്ള പോലീസുകാരാണ്. ആ പരിചയക്കുറവ് പോസ്റ്റ് വന്നപ്പോൾ ഒരു 35-40 പേര് മാത്രമേ ഈ 18-ാം പടി വഴി കയറി പോകാൻ പറ്റുള്ളൂ. അതിന് വീതി കൂട്ടാനും പറ്റില്ല. അടിയന്തര സാഹചര്യമുള്ളപ്പോൾ നിങ്ങൾ പരിചയക്കുറവുള്ള പോലീസുകാരനെയാണോ ഡ്യൂട്ടിക്ക് നിർത്തേണ്ടത്? ആദ്യത്തെ ദിവസം അങ്ങനെയല്ലേ? നിരുത്തരവാദപരമായ ഒരു പ്രസ്താവനയാണ്. പരിചയക്കുറവുള്ള പോലീസുകാരായിരുന്നു എന്നുള്ളത്. ഈ ലക്ഷക്കണക്കിന് ആൾക്കാർ വരുമ്പോൾ ഈ പരിചയക്കുറവുള്ള പോലീസുകാരെയാണോ നിർത്തേണ്ടത്? അത് തന്നെ, അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ. അല്ല, ഞാൻ പറഞ്ഞിട്ട് ആദ്യത്തെ 1-2 ദിവസമൊന്നും ഇത്രയും തിക്കം തിരക്കൊന്നും വരാറില്ല എൻ്റെ രോഹിണി. അതൊക്കെ ദേവസ്വം കൊണ്ട് ഒരു ഇതാണ്. അത് അവരൊരു ഇതാണ്. 1-2 ദിവസം കഴിയുമ്പോൾ മാത്രമേ ഇത്രയും ആൾക്കാരൊക്കെ വരുള്ളൂ. അല്ലാതെ ഇത്രയും ആൾക്കാർ വരില്ല. അത് മനസ്സിലാക്കണം. നിങ്ങൾ കഴിഞ്ഞ വർഷവും അതിന് മുൻപത്തെ വർഷവും കഴിഞ്ഞ വർഷം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? കഴിഞ്ഞ വർഷവും നമ്മളിത് എത്ര തവണ ചർച്ച ചെയ്തതാണ് ശ്രീ സതീഷ് വസന്ത്. 14-16 മണിക്കൂറുകൾ ക്യൂവിൽ നിന്ന് കുഴഞ്ഞു വീഴുന്ന സാഹചര്യം. ശബരിമല എന്നുള്ള ക്ഷേത്രത്തിൽ നിങ്ങൾക്കറിയാലോ, ശബരിമല ക്ഷേത്രം എന്ന് പറഞ്ഞാൽ കാനന പാതയാണ്. അവിടെ ബുദ്ധിമുട്ടി തന്നെ അയ്യനെന്ന് കാണുന്നത് നമുക്ക് മനസ്സിലായി. മറ്റേ ക്ഷേത്രങ്ങൾ പോലെ മറ്റേ മാർബിളും ഇതൊന്നും അല്ല അവിടെ ഇട്ടിട്ടുള്ളത്. അത് കല്ലും മുള്ളും താണ്ടിയാണ് ശബരിമലയിൽ വന്നത്. അപ്പം നിങ്ങൾ ഇതെല്ലാം ക്ലബ് ചെയ്ത് നിങ്ങൾ പറയില്ലേ. മറ്റു ക്ഷേത്രങ്ങളെ പോലെ അല്ല ശബരിമല എന്ന് പറയുന്നത്. ശരി. അതായത് ഭക്തർ കഷ്ടപ്പെടണം അല്ലേ എന്ന് തന്നെയാണ് നേരത്തെയും ഇത്തരത്തിലുള്ള ചില ന്യായീകരണങ്ങൾ പറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടതാണ്. ക്യൂ നിൽക്കേണ്ടി വന്നവല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആ ക്യൂ നിന്ന് തന്നെ അയ്യനെ കാണണം. പോലീസിന്റെ അടിയുമേറ്റിട്ടാണ് ഭക്തർ അങ്ങോട്ട് പോകേണ്ട സാഹചര്യം ഉണ്ടാവുന്നത്. എവിടെ ഉണ്ടായിട്ടുണ്ട് പറയൂ. പിടിച്ചു തള്ളലും മുന്തും തള്ളലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തിന് നടയിൽ പോലും അത് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ അന്ന് നമ്മൾ ജനം ടി വി ഉൾപ്പെടെയുള്ള പല മാധ്യമങ്ങളും കാണിച്ചതാണ്. അവർക്കെതിരെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ അവിടെ നിൽക്കുന്ന ആ ക്യൂ നിയന്ത്രിക്കാൻ നിൽക്കുന്നവർ തന്നെ ഭക്തരെ പിടിച്ചു തള്ളുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതല്ലേ.